കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hi dear learners, welcome to IGNO Focus 5.0 IGNO Previous Year Question Papers Ultimate Analysis. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് BGC 103 ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് BA ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് ഇയേഴ്സിൻ്റെ പേപ്പറാണ്. അപ്പോൾ ഈ പേപ്പറിൻ്റെ പ്രീവിയസ് ഇയർ ഇഗ്നോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ആദ്യമേ ഈ ഒരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രസൻറ്റേഷൻ്റെ എയിം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നിങ്ങളുടെ റിവിഷൻ ഒന്നും കൂടി പ്ലാൻ ചെയ്യാനും സ്ട്രാറ്റജിക്കായിട്ട് കൊണ്ടുപോകാനും ഒപ്പം എക്സാമിനെ വളരെ ഇഫക്റ്റീവായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ എക്സലൻറ്റ് സ്കോറോട് കൂടിയിട്ട് നിങ്ങൾക്ക് പാസ്സാവാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മൾ ഈ ഒരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് പ്രീവിയസ് ഇയേഴ്സിൽ നടന്നിട്ടുള്ള ഇഗ്നോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രസൻറ്റേഷൻ തയ്യാറാക്കിയിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ റിവിഷൻ, ഇപ്പം നിങ്ങൾ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വളരെ നല്ല രീതിയിൽ റിവിഷൻ കൊണ്ടുപോകാനും ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാനും നല്ല രീതിയിൽ പഠിക്കാനും അതുകൊണ്ട് തന്നെ നന്നായിട്ട് എക്സാം എഴുതാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നൊരു പ്രസൻറ്റേഷൻ ആയിരിക്കും. ഇന്നത്തെ ഈ ഒരു പ്രസൻറ്റേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആദ്യമേ സിലബസ് മാപ്പിംഗ്, അതായത് ബ്ലോക്ക് വൈസ് നമ്മൾ ടോപ്പിക്സ് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ടാകും. ഏതൊക്കെ ടോപ്പിക്സ് ആണ്, യൂണിറ്റ്സ് ആണ് ഏറ്റവും ഹൈ ആയിട്ട് വന്നിരിക്കുന്നത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിരിക്കുന്നത് എന്ന് ഡിസ്കസ് ചെയ്യും. സെക്കൻഡ് വൺ, എക്സാം പാറ്റേൺ അനാലിസിസ്. നോർമലി നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഓരോ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഷോർട്ട് നോട്ട്സ്, ടെക്സ്ച്വൽ അനാലിസിസ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ അനലൈസ് ചെയ്യും. ഏതൊക്കെ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഓരോ ക്വസ്റ്റ്യനും നമ്മൾ എഴുതേണ്ടത്, എത്ര വേർഡ്സിൽ എഴുതണം എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് റെക്കറിംഗ് ക്വസ്റ്റ്യൻ റിവ്യൂ. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതായത് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ് ഇസ് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക് പ്രോബബിലിറ്റി, വരാൻ സാധ്യതയുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്, പിന്നെ ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ്, അതായത് ഈ വരുന്ന ഡിസംബർ 2025 നമ്മുടെ ഈ വരുന്ന എക്സാമിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളൊരു പ്രഡിക്ഷനും നമ്മൾ നടത്തുന്നുണ്ടായിരിക്കും. ആൻഡ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രസന്റേഷനിൽ ഏറ്റവും അവസാനം ഉൾക്കൊള്ളിക്കുന്ന മോക്ക് പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. നോർമൽ ഇഗ്നോ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സെയിം ഫോർമാറ്റിൽ തന്നെ ഒരു ഗസ് പേപ്പർ അല്ലെങ്കിൽ ഒരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ ഒരു പ്രസന്റേഷന്റെ ഏറ്റവും അവസാനം നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നത്. ആൻഡ് ഇതിന്റെ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം നമ്മുടെ ലേൺവൈസ് ആപ്പിലാണ് അവൈലബിൾ ആവുക. മോക്ക് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണ് നമുക്ക് ഈ ഒരു പ്രസന്റേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം ലേൺവൈസ് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ ഈ ഒരു പ്രസന്റേഷന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളാന്നുള്ളത്. സോ ആദ്യമേ നമുക്ക് നോക്കാം സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റിലവൻസ്. സോ ഇവിടെ ഒരു ബാർ ചാർട്ട് കാണാം. ഈ ഒരു ബാർ ചാർട്ടിൽ എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട്. ഇതിൽ എക്സ് ആക്സിസിൽ ബ്ലോക്സിന്റെ പേര് കാണാം ആൻഡ് വൈ ആക്സിസിൽ ടോട്ടൽ ക്വസ്റ്റ്യൻസിന്റെ കൗണ്ടും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ബ്ലോക്ക് 1 എ ടൈഗർ ഫോർ മാൽഗുഡി, ബ്ലോക്ക് 2 ദ ബൈൻഡിങ് വൈൻ, ബ്ലോക്ക് 3 പോയിട്രി, ബ്ലോക്ക് 4 ഷോർട്ട് ഫിക്ഷൻ. അതിന്റെ കൗണ്ടും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. 37, 34, 36 ആൻഡ് 24. ആ സെയിം കാര്യം തന്നെയാണ് ഇവിടെ ഒരു ഹീറ്റ് മാപ്പ് സമ്മറിയിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു കോംപ്രിഹെൻസീവ് ടേബിൾ ഉണ്ട്. ബ്ലോക്ക്, യൂണിറ്റ്, ടോപ്പിക്, അപ്പിയറൻസസ്, എത്ര തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ടോപ്പിക് വന്നിട്ടുണ്ട്
എന്നാണ് ഇവിടെ അപ്പിയറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് അതിന്റെ ബേസിൽ അതിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ് റെലവൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഓരോ ബ്ലോക്കും യൂണിറ്റും ടോപ്പിക്കും അത് എത്ര തവണ ചോദ്യപേപ്പറുകളിൽ വന്നിട്ടുണ്ട് എന്നുള്ളതും അതിന്റെ പ്രാധാന്യം റെലവൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ബ്ലോക്ക് 1 എ ടൈഗർ ഫോർ മാൽഗുഡി, യൂണിറ്റ് 1 കോണ്ടെക്സ്റ്റ് ആൻഡ് പ്ലോട്ട്, ടോപ്പിക് പ്ലോട്ട് ആർക്സ് സെറ്റിംഗ് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്. 8 തവണയാണ് വന്നിട്ടുള്ളത്. സോ റെലവൻസ് ഇസ് മീഡിയം. നെക്സ്റ്റ് അഗെയിൻ ബ്ലോക്ക് 1 തന്നെയാണ് പറയുന്നത്. യൂണിറ്റ് 2 തീംസ് ആൻഡ് മോട്ടീവ്സ്, സ്പിരിച്വൽ ക്വസ്റ്റ്, സറ്റയർ, ഹ്യൂമൻ അനിമൽ ഇന്റർഫേസ്. 12 തവണയാണ് ചോദ്യപേപ്പറുകളിൽ വന്നിട്ടുള്ളത്. സോ ഹൈ റെലവൻസ്. അഗെയിൻ ബ്ലോക്ക് 1 യൂണിറ്റ് 3 ക്യാരക്ടർ ആൻഡ് വോയിസ്, ടോപ്പിക് രാജ, മാസ്റ്റർ, നറേറ്റീവ് പെർസ്പെക്റ്റീവ്. 11 തവണയാണ് ചോദ്യപേപ്പറുകളിൽ വന്നിട്ടുള്ളത്. സോ ഹൈ റെലവൻസ്. നെക്സ്റ്റ് അഗെയിൻ ബ്ലോക്ക് 1 യൂണിറ്റ് 4 ടെക്നിക് ആൻഡ് സ്ട്രക്ചർ, ടോപ്പിക് ഫ്രെയിം, നറേറ്റീവ്, ഹ്യൂമർ, റിയലിസം. അപ്പിയറൻസസ് 6 ടൈംസ്. 6 തവണയാണ് ചോദ്യപേപ്പറുകളിൽ വന്നിട്ടുള്ളത്. മീഡിയം റെലവൻസ് ആണ്. Next is block 2. Block 2, the binding mind, unit 1, context and plot, topic post 1990s urban milieu, plot design. Appearance 7 times. 17 തവണയാണ് വന്നിട്ടുള്ളത് and medium relevance. Next again block 2, unit 2, themes and concerns, gender, grief, voice, memory, social critic. 13 തവണയാണ് ചോദ്യപേപ്പറുകളിൽ വന്നിട്ടുള്ളത്. So high relevance. Again block 2 തന്നെ യൂണിറ്റ് 3 ക്യാരക്ടർ ആൻഡ് റിലേഷൻഷിപ്പ്, ടോപ്പിക് ഊമില, മീര, ശകുന്തൈ ആൻഡ് ഇന്റർജനറേഷണൽ ബോണ്ട്സ്. 9 തവണയാണ് ചോദ്യപേപ്പറുകളിൽ വന്നിട്ടുള്ളത്. മീഡിയം റെലവൻസ്. Again block 2 യൂണിറ്റ് 4 ടെക്നിക് ആൻഡ് മെത്തേഡ്, ടോപ്പിക് നറേഷൻ, സിംബലിസം, ഡയറി ഓർ പോം ആസ് ഡിവൈസ്. 5 തവണയാണ് ചോദ്യപേപ്പറുകളിൽ വന്നിട്ടുള്ളത്. മീഡിയം റെലവൻസ്. കമ്മിങ് ടു ബ്ലോക്ക് 3. ബ്ലോക്ക് 3 പോയട്രി, യൂണിറ്റ് 1 സരോജിനി നായിഡു, ടോപ്പിക് ഇമേജറി, ലിറിക് വോയിസ്, നാഷണലിസം ആൻഡ് ഫോക്ക് മോട്ടീവ്സ്. 6 appearances, medium relevance. Again block 3 unit 2 Nizim Ezekiel, topic irony, urban Indian English and form. 10 times question പേപ്പറുകളിൽ വന്നിട്ടുണ്ട്. So high relevance. Again block 3 Unit 3 A.K. Ramanujan, topic memory, culture, bilingual poetics, structure. 9 തവണയാണ് ചോദ്യപേപ്പറിൽ വന്നിട്ടുള്ളത്. So medium relevance. Next is block 3 Unit 4 Kamala Das, confessional mode, gendered self and imagery. 11 times ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്. So high relevance. Next is block 4. Block 4 short fiction. Block 4 Unit 1 selected short fiction 1, topic theme setting point of view. 8 times ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്. മീഡിയം റെലവൻസ്. Again block 4 Unit 2 selected short fiction 2, character sketches, social critic എന്നുള്ള ടോപ്പിക് 7 times ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്. മീഡിയം റെലവൻസ്. Again block 4 Unit 3 selected short fiction 3, topic symbolism, narrative economy. 5 times ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്. മീഡിയം റെലവൻസ്. Again block 4 Unit 4 technique and modes, topic realism, irony, frame, dialogue. 4 തവണയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്. കമ്പാരിറ്റീവ്ലി ലോ റിലവൻസ്. ഇവിടെ നമ്മൾ സ്കോറിംഗ് റൂൾസ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഹൈ റെലവൻസ്, മീഡിയം റെലവൻസ്, ലോ റെലവൻസ് എന്ന് പറയുന്നതിന്റെ ബേസ് എന്താ എന്നുള്ളതാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. എന്തിന്റെ ബേസിലാണ് ഹൈ എന്ന് പറയുന്നത്? ഗ്രേറ്റർ ദാൻ 10 appearance, 10ൽ കൂടുതൽ, 10ൽ കൂടുതൽ തവണയോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതിനെയാണ് നമ്മൾ ഹൈ റെലവൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. മീഡിയം റെലവൻസ് എന്ന് പറയുമ്പോൾ 5 to 9 times ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ് മീഡിയം റെലവൻസ്. ആൻഡ് ലോ റെലവൻസ് മീൻസ് ലെസ് ദാൻ 5. നെക്സ്റ്റ് നമ്മൾ ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പിക്സ് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ടോപ്പ് 3 ഹൈ റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതിൽ ആദ്യം തീംസ് ആൻഡ് കൺസേൺസ് ഇൻ ദ ബൈൻഡിങ് മൈൻഡ്. ഇവിടെ ദാറ്റ് ഇന്റഗ്രേറ്റ് ജെൻഡേർഡ് എക്സ്പീരിയൻസ് ആൻഡ് സോഷ്യൽ ക്രിറ്റിക്, ഓഫൻ പ്രോബ്ഡ് ഇൻ ലോങ് ആൻസർ ടൈപ്പ് ആയിട്ടാണ് ഓഫൻ ഈ ഒരു ക്വസ്റ്റ്യൻ കാണാറുള്ളത്. ആൻഡ് സെക്കൻഡ് ഹൈ ഈൽഡ് ടോപ്പിക് ആണ് തീംസ് ആൻഡ് മോട്ടീവ്സ് ഇൻ എ ടൈഗർ ഫോർ മാൽഗുഡി. ഇതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് തേർഡ് വൺ കമല ദാസ്, കൺഫെഷണൽ വോയിസ് ആൻഡ് ഇമേജറി ആർ ഫ്രീക്വന്റ് ലൈൻസ് ഓഫ് എൻക്വയറി.
അപ്പോൾ കമലാദാസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എപ്പോഴും കൺഫെഷണൽ പോയട്രി എന്താണ് അല്ലെങ്കിൽ കൺഫെഷണൽ വോയിസ് ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇനി നെക്സ്റ്റ് ടോപ്പ് 3 നെക്സ്റ്റ് ബെസ്റ്റ് ബെറ്റ്സ്. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് ടോപ്പ് 3 ആയിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ക്യാരക്ടർ ആൻഡ് വോയിസ് ഇൻ എ മാൽഗുഡി ഇൻ എ ടൈഗർ ഫോർ മാൽഗുഡി, അതിൽ നറേറ്റീവ് പെർസ്പെക്റ്റീവ് ആൻഡ് എത്തിക്കൽ ഗ്രോത്ത്. ആൻഡ് സെക്കൻഡ് വൺ ഇസ് നിസി മേസേക്കൽ അർബൻ ഐറണി ആൻഡ് ഫോം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അർബൻ ഐറണി ബേസ് ചെയ്തിട്ടും ഫോം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ആൻഡ് തേർഡ് വൺ എ കെ രാമാനുജനെ ബേസ് ചെയ്തിട്ട് കൾച്ചർ ഓർ മെമ്മറി വിത്ത് സ്ട്രക്ചറൽ കോമൻസ് ഒക്കെ വരാൻ സാധ്യതയുള്ള അടുത്ത 3 ഹൈ ടോപ്പിക്സ് ആണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. ഡിസംബർ 2021 ടു ജൂൺ 2025 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിഫറെൻറ്റ് പാറ്റേൺസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ലോങ് എസ്സേ, ഷോർട്ട് നോട്ട്സ്, ടെക്സ്ച്വൽ കമൻട്രി, MCQ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിൽ MCQ ടൈപ്സ് ക്വസ്റ്റ്യൻസ് ഇല്ല. ലോങ് എസ്സേസ് ഉണ്ട്, ഷോർട്ട് എസ്സേസ് ഉണ്ട്, ഷോർട്ട് നോട്ട്സ് ഉണ്ട്, അതുപോലെ ടെക്സ്ച്വൽ കോമൻട്രി ഉണ്ട്. ടെക്സ്ച്വൽ കോമൻട്രി മീൻസ് ക്ലോസ് റീഡിംഗ് ഓർ എക്സ്പ്ലിക്കേഷൻ ഓഫ് എ പോം ഓർ ഷോർട്ട് പ്രോസ് പാസേജ്. ചിലപ്പോൾ പോമിനെ കുറിച്ചിട്ടോ പോംസിന്റെ ലൈൻസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഷോർട്ട് പാസേജോ നമുക്ക് ചോദിക്കാറുണ്ട്. അതാണ് ടെക്സ്ച്വൽ കോമൻട്രി. ഷോർട്ട് നോട്ട്സ് മീൻസ് ബ്രീഫ് എക്സ്പ്ലനേഷൻ ഓർ ഡെഫിനിഷൻ. ആൻഡ് ഷോർട്ട് എസ്സേ മീൻസ് ഇറ്റ് ഫോക്കസസ് ഓൺ തീമാറ്റിക് ഓർ ഡിവൈസ് ബേസ്ഡ് ആൻസേഴ്സ്. ആൻഡ് ലോങ് എസ്സേ നമുക്ക് ഓൾറെഡി അറിയാം, ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട ആൻസേഴ്സ് ആണ്, അനലിറ്റിക്കൽ ഓർ ആർഗ്യുമെന്റേറ്റീവ് റെസ്പോൺസസ് ഓൺ എ നോവൽ ഓർ പോയട്രി ഓർ ഷോർട്ട് ഫിക്ഷൻ. സോ ലോങ് എസ്സേ നോർമലി 15 to 20 മാർക്സിനാണ് ചോദിക്കാറ്. അപ്രോക്സിമേറ്റ്ലി 450 to 600 വേർഡ്സിൽ നമ്മൾ ആൻസർ എഴുതണം. വളരെ ഡീപ്പായിട്ട് തന്നെ നമ്മൾ ആൻസർ എഴുതണം. ടെക്സ്ച്വൽ എവിഡൻസസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ ആൻസർ എഴുതണം. ഷോർട്ട് എസ്സേ 8 to 12 മാർക്സിന്റെ ഇടയിലാണ് ചോദിക്കാറ്. അപ്രോക്സിമേറ്റ്ലി 250 to 350 വേർഡ്സിലാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. വളരെ ഡീപ്പായിട്ട് തന്നെ നമ്മൾ എഴുതേണ്ടതുണ്ട്. ഒരു സെൻട്രൽ ക്ലെയിം ഉണ്ടായിരിക്കും. ആൻഡ് 2-3 ഫോക്കസ് ഇല്ലുസ്ട്രേഷൻസ് നമ്മൾ കൊണ്ടുവരണം. ടെക്സ്ച്വൽ എവിഡൻസസ് നമ്മൾ കൊണ്ടുവരണം. ദെൻ ഷോർട്ട് നോട്ട്സ് 3 to 5 മാർക്സ്. 5 മാർക്സിനൊക്കെയാണ് നോർമലി ഷോർട്ട് നോട്ട്സ് ചോദിക്കുക. അപ്രോക്സിമേറ്റ്ലി 120 to 180 വേർഡ്സിൽ വേണം നമ്മൾ ആൻസർ എഴുതാനായിട്ട്. വളരെ ഡീപ്പായിട്ടും വളരെ ലോങ് ആയിട്ടും എഴുതരുത്. ഷോർട്ട് നോട്ട്സ് വളരെ ബ്രീഫ് ആയിരിക്കണം. കൺസൈസ് ഡെഫിനേഷൻ പ്ലസ് എക്സാമ്പിൾ. പിന്നെ ടെക്സ്ച്വൽ കമൻട്രിയിലൊക്കെ വരുമ്പോൾ 18 to 12 മാർക്സിലാണ് വരാറ്. 18 അല്ലെങ്കിൽ to 12 മാർക്സിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. 8 to 12 മാർക്സ്, 8 അല്ലെങ്കിൽ 12 മാർക്സിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്രോക്സിമേറ്റ്ലി 180 to 280 വേർഡ്സിൽ വേണം നമ്മൾ ആൻസർ എഴുതാനായിട്ട്. ആ തന്നിരിക്കുന്ന പാരഗ്രാഫ് അല്ലെങ്കിൽ ആ തന്നിരിക്കുന്ന സ്റ്റെൻസ എക്സ്പ്ലെയിൻ ചെയ്യണം, മീനിങ് എക്സ്പ്ലെയിൻ ചെയ്യണം. ടെക്നിക്, അതിന്റെ ഇഫക്റ്റ് എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ലോങ് എസ്സേ എന്ന് പറയുമ്പോൾ 15 to 20 മാർക്സിന്റെ ഇടയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇവാലുവേഷൻ ഓഫ് സ്ട്രക്ചർ, തീം, കോണ്ടെക്സ്റ്റ് അങ്ങനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 450 to 600 വേർഡ്സിലാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. ജുഡീഷ്യസ് ക്വട്ടേഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. ദെൻ ഷോർട്ട് എസ്സേ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ലോങ് എസ്സേനേക്കാളും കുറച്ചും കൂടി ചെറുതാണ്. 8 to 12 മാർക്സിലാണ് ചോദിക്കുക. 250 to 350 വേർഡ്സിലാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലെയിം വേണം. ദെൻ 2-3 ടെക്സ്ച്വൽ പ്രൂഫ്സ്, അതായത് എക്സാമ്പിൾസ് കൊടുക്കണം. ദെൻ ഒരു ബ്രീഫ് കൺക്ലൂഡിങ് പാസേജ് നമുക്ക് കൊടുക്കാം. ദെൻ കമ്മിങ് ടു ഷോർട്ട് നോട്ട്സ് ആവുമ്പോൾ 3 to 5 മാർക്സിനാണ് ചോദിക്കുക. 120 to 180 വേർഡ്സിലാണ് ആൻസർ എഴുതേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷോർട്ട് നോട്ട്സ് വളരെ ബ്രീഫ് ആയിരിക്കണം. ആ ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ ഷോർട്ട് നോട്ട്സ് കറക്റ്റ് ആയിട്ട് അതിൻ്റെ ഡെഫിനേഷനും എക്സാമ്പിളും ഒക്കെ കൊടുത്തുകൊണ്ടാണ് നമ്മൾ എഴുതേണ്ടത്. അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ടെക്സ്ച്വൽ കോമൻട്രി ആണ്. ടെക്സ്ച്വൽ കോമൻട്രി മീൻസ് നമ്മൾ നല്ല രീതിയിൽ ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ കൂടിയാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുക്കുന്നത്. 8 to 12 മാർക്സിലാണ് ചോദിക്കുക. 180 to 280 വേർഡ്സിലാണ് ആൻസർ എഴുതേണ്ടത്. വളരെ ഷോർട്ടായിട്ട് നമ്മൾ ആൻസർ എഴുതണം. എന്നാൽ അതിലെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ആ ഒരു കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേൻസയുടെ മീനിങ്, അതിൽ യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്സ്, അതുപോലെ തന്നെ ഡിവൈസസ്, ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യണം. നെക്സ്റ്റ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ്. ഓരോ ബ്ലോക്ക് വൈസ് നമ്മൾ നോക്കുകയാണ് ആവറേജ് മാർക്സ് പെർ പേപ്പർ. ലാസ്റ്റ്
കഴിഞ്ഞിട്ടുള്ള 5 സെഷൻസിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ജൂൺ 2023, ഡിസംബർ 2023, ജൂൺ 2024, ഡിസംബർ 2024, ജൂൺ 2025 ആൻഡ് ടോട്ടൽ പെർസെൻറ്റേജ് ഷെയർ. സോ 4 ബ്ലോക്സ് നമ്മൾ നോക്കാം. ഫസ്റ്റ് ഇസ് ബ്ലോക്ക് 1, എ ടൈഗർ ഫോർ മാൽഗുഡി. ജൂൺ 2023 22 ആണ് ആവറേജ് മാർക്സ്. ദെൻ ഡിസംബർ 2023 24, ജൂൺ 2024 23, ഡിസംബർ 2024 22 മാർക്സ്. ദെൻ ജൂൺ 2025 21. സോ ടോട്ടൽ പെർസെൻറ്റേജ് ഷെയർ ഈസ് 22.4. അതുപോലെ തന്നെ ബ്ലോക്ക് 2 ദ ബൈൻഡിങ് മൈൻഡിലാണെങ്കിൽ 24, 24, 25, 27, 26. Total percentage share 25.2. Then block 3 poetry 30, 28, 30, 29, 31 and total percentage share is 29.6. Next block 4 short fiction 24, 24, 22, 22, 22 and total percentage share is 22.4. ഇനി ആ പറഞ്ഞ അതേ കാര്യം തന്നെ ഇവിടെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ ഡിഫറെൻറ്റ് കളേഴ്സിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബേസിൽ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഷോർട്ട് എസ്സേ കുറച്ച് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ഡിസംബർ 2021 കമ്പയർ ചെയ്യുമ്പോൾ ഡിസംബർ 2021 22% ആയിരുന്നു. ജൂൺ 2025 ആയപ്പോഴേക്കും അത് 30% ആയിട്ട് കൂടിയിട്ടുണ്ട്. ഷോർട്ട് നോട്ട്സ് 25% നിന്നും 15% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ആൻഡ് ടെക്സ്ച്വൽ കമൻട്രി നോർമലി ഏകദേശം ഒരേപോലെ തന്നെയാണ് പോകുന്നത്. 15% നിന്നും 23% ആയിട്ടുണ്ട്. ഏകദേശം ഒരേ പോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണുന്നത്. സോ അലോക്കേറ്റ് ടൈം പ്രപ്പോർഷനേറ്റ്ലി ടു വെയിറ്റേജിനനുസരിച്ച് വേണം ടൈം നമ്മൾ കൊടുക്കാനായിട്ട്. ലോങ് എസ്സേ ഒരു 33% അപ്രോക്സിമേറ്റ്ലി നമ്മൾ 60 മിനിറ്റ്സ് വെച്ച് വേണം കൊടുക്കാനായിട്ട്. ഷോർട്ട് എസ്സേ 27% എന്ന് പറഞ്ഞത് ഒരു 49 മിനിറ്റ്സ് വെച്ച് കൊടുക്കണം. ടെക്സ്ച്വൽ കോമെന്ററി 21%, അത് ഏകദേശം ഒരു 38 മിനിറ്റ്സ് വെച്ചിട്ട് വേണം നമ്മൾ ആൻസർ എഴുതാനായിട്ട്. ഷോർട്ട് നോട്ട്സ് 19%, ഏകദേശം 34 മിനിറ്റ്സ് വെച്ച് ആൻസർ എഴുതണം. ആൻഡ് ഫൈനലി നമ്മളൊരു 5 to 10 മിനിറ്റ്സ് നമ്മുടെ ആൻസേഴ്സ് എല്ലാം വായിച്ചു നോക്കാനും എല്ലാം കറക്റ്റ് അല്ലേന്ന് നോക്കാനും നമ്മൾ സ്പെൻഡ് ചെയ്യണം. 70% റൈറ്റിംഗ്, അപ്രോക്സിമേറ്റ്ലി 10% റിവൈസിങ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവോയ്സിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് ബൈ ബ്ലോക്ക്, യൂണിറ്റ് ആൻഡ് ടോപ്പിക്. കഴിഞ്ഞ സെഷൻസിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന 10 ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ സ്പിരിച്വൽ ക്വസ്റ്റ്യൻ ആർ.കെ. നാരായൺസ് എ ടൈഗർ ഫോർ മാൽഗുഡി വിത്ത് റെഫറൻസ് ടു നറേറ്റീവ് ഡെവലപ്മെന്റ്. 8 തവണയാണ് വന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിൽ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സാമിൻ രാജാസ് ക്യാരക്ടർ ആൻഡ് ദ യൂസ് ഓഫ് നറേറ്റീവ് വോയിസ് ഇൻ എ ടൈഗർ ഫോർ മാൽഗുഡി. 7 തവണ വന്നിട്ടുണ്ട്. Third question, discuss gender voice and memory as organizing concerns in Shashi Deshpande's The Binding Mind. 9 തവണ വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. And fourth one, comment on the diary or poems as structure in The Binding Mind. 6 തവണ വന്നിട്ടുണ്ട്. Next, fifth question, offer a close reading of Nizim Ezekiel's poem focusing on irony and urban idiom. 7 തവണ ചോദിച്ചിട്ടുണ്ട്. 6th one, analyze the confessional mood in Kamala Das with reference to one prescribed poem. 8 തവണ ചോദിച്ചിട്ടുണ്ട്. 7th question, show how memory and culture shape A.K. Ramanujan's poetics with textual illustration. 6 തവണ ചോദിച്ചിട്ടുണ്ട്. And 8th question, explicate imagery and lyricism in a selected poem by Sarojini Naidu. 5 തവണ ചോദിച്ചിട്ടുണ്ട്. 9th question, write a short note on narrative economy and irony in the prescribed short fiction. 6 തവണ ചോദിച്ചിട്ടുണ്ട്. And the 10th question, explain the frame narrative technique in A Tiger for Malgudi and its effects. 5 തവണ ചോദിച്ചിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ടോപ്പ് 10 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഈ ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് ഏത് ബ്ലോക്കിൽ നിന്നാണ്, യൂണിറ്റിൽ നിന്നാണ്, എത്ര തവണ വന്നിട്ടുണ്ട്, അതുപോലെ ആവറേജ് മാർക്സ്.
So first question, spiritual question, Tiger for Malgudi. Block 1, themes and motives. Block 1, themes and motives, and it appears 8 times. Average marks 50. Next one, Raja's character and narrative voice. Block 1, character and voice. 7 തവണയാണ് question paperൽ വന്നിട്ടുള്ളത് and average marks 10. Next is gendered voice and memory in the binding wine. Block 2, themes and concerns, appearances 9 times. Average marks 15. Next is diary or poem as a structure in the binding wine. Block 2, technique and method, appearances 6 times. Average marks 10. Next is close reading of a Nisi-Mesical poem. Block 3 is equal. Appearance 7 times. Average marks 10. Next, confessional mode in Kamala Das. Block 3 Kamala Das. Appearance 8 times. Average marks 10. Next, memory and culture in Eka Ramanujan. Block 3 Ramanujan. Appearance 6 times and average mark 10. Next is imagery and lyricism in Sarojini Naidu. Block 3 Naidu. Appearances 5 times and average mark 8. Next is narrative economy or irony in short fiction. Block 4, short fiction, technique. Appearances 6 times, average mark 8. Next is frame, narrative in A Tiger for Malgudi. Block 1, technique and structure. Appearances 5 times and average mark 8. അപ്പോൾ ഇതൊരു വിഷ്വലൈസേഷൻ ആണ്. പൈ ചാർട്ട് ആണ്. നമുക്ക് ടോപ്പ് 10 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം. 67% ഉണ്ട്. 33% ആണ് അതേഴ്സ്. ഇനി നമ്മളിത് എങ്ങനെ റിവൈസ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ ലോങ് ആൻസർ അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ എഴുതുമ്പോൾ അതിന് 5 minutes ഔട്ട്ലൈൻ ചെയ്യുക ആൻഡ് ദെൻ റൈറ്റ് ഇൻ 12 to 15 minutes. ഓക്കെ, ഇതുപോലെ വേണം നമ്മൾ റിവിഷൻ നടത്താനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ പാരഗ്രാഫ് വൈസ് തന്നെ ആൻസർ എഴുതണം. ഒരു 3 or 4 പാരഗ്രാഫായിട്ട് ഡിവൈഡ് ചെയ്യണം. ക്ലെയിം, ടെക്സ്ച്വൽ പ്രൂഫ്, ഇൻഫറൻസ്, ഒരു കൺക്ലൂഷനും കൂടി കൊടുത്തിട്ട് നമ്മളിങ്ങനെ വേണം നമ്മുടെ ആൻസർ സ്ട്രക്ചർ ചെയ്യാനായിട്ട്. ആൻഡ് റൊട്ടേറ്റ് ലെൻസസ്. റൊട്ടേറ്റ് ലെൻസസ് മീൻസ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമ്മൾ എങ്ങനെയാണ്, സെക്കൻഡ് അറ്റംപ്റ്റിൽ നമ്മൾ കുറച്ചും കൂടി നല്ല രീതിയിൽ മറ്റ് ആൻസേഴ്സ് അല്ലെങ്കിൽ മറ്റ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതും കൂടി അനലൈസ് ചെയ്തുകൊണ്ട് അതിനും കൂടി ആൻസർ എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ നമ്മളുടെ ആൻസർ റൈറ്റിംഗ് ടെക്നിക്സ് ഡെവലപ്പ് ചെയ്യണം. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളിപ്പോൾ വിചാരിച്ച ഈ 10 ക്വസ്റ്റ്യൻ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നാൽ പോലും നമുക്ക് ആൻസർ എഴുതാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ സെക്കൻഡ് പ്രിപ്പറേഷൻ. നെക്സ്റ്റ് ഇസ് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻ അനാലിസിസ്. ഇവിടെ ഹൈ എന്ന് പറയുന്നത് > 70% ആണ്. മീഡിയം എന്ന് പറയുന്നത് 40 to 69% ആണ്. ലോ എന്ന് പറയുന്നത് <40% ആണ്. ഇവിടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഓരോ ടോപ്പിക്കിന്റെയും പ്രോബബിലിറ്റിയാണ്. എത്രത്തോളം ആ ഒരു ടോപ്പിക്ക് വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. ആൻഡ് അതനുസരിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഹൈ ആണോ, മീഡിയം ആണോ, ലോ ആണോ. സോ കമ്മിങ് ടു ഫസ്റ്റ് വൺ, ബ്ലോക്ക് 2 ദ ബൈൻഡിങ് വൈൻ. യൂണിറ്റ് തീംസ് ആൻഡ് കൺസേൺസ്. ടോപ്പിക് ജെൻഡേർഡ് വോയിസ്, ഗ്രീഫ്, മെമ്മറി, സോഷ്യൽ ക്രിട്ടിക്. H2 ആണ് കൊടുത്തിരിക്കുന്നത്. പ്രോബബിലിറ്റി 82%, high. Then block 1, A Tiger for Malgudi. Unit themes and motives. Spiritual quest, satire, human animal interface. H1 ആണ് കൊടുത്തിരിക്കുന്നത്. Probability 76%, high category. Next block 3, poetry. Unit Kamala Das. Topic is confessional mood, gendered self, imagery. 74%, high category. Next again block 3, poetry. Unit Nisi-Mesical. Topic irony, urban idiom, form. H4 ആണ് കൊടുത്തിരിക്കുന്നത്. 70% and high probability. ഇനി അടുത്തത് block 2, the binding wine. Unit character and relationship. Topic Umila, Meera, Shakuntai. Intergenerational ties. M4, medium 4 എന്നാണ് മീനിങ്. 66% and medium. Next again block 3, poetry. A.K. Ramanujan, memory, culture, structure. Topic M7 ആണ് കൊടുത്തിരിക്കുന്നത്. 66% and medium category.
Next, coming to block 4, short fiction. Selected short fiction 1, theme, setting, point of view, M9, 60% medium. Next block 2, the binding mind, technique and method, diary or poem as device, symbolism, M5 ആണ് കൊടുത്തിരിക്കുന്നത്, 58% and medium. Next block 4, short fiction unit, selected short fiction 2 and topic, character sketches, social technique, M10, 56% and medium. Block 3, poetry unit, Sarojini Naidu, topic, imagery, lyric voice, nationalism, M8, 54% medium category. Next, coming to block 1, again, A Tiger for Malgudi, unit, technique and structure, topic, frame, narrative, humor, realism, M2, 52% and medium category. Block 1, A Tiger for Malgudi, context and plot, unit, context and plot, topic, plot, arc, setting, historical context, M3, 48% medium category. Block 2, the binding wine unit, context and plot, topic, urban milieu, plot design, M6, 46% medium category. Block 4, short fiction unit, selected short fiction 3, topic, symbolism, narrative economy, M11, 42% medium category. Next, block 1, A Tiger for Malgudi, unit, character and voice, topic, Raja, master, narrative perspective, M1, 64% medium. Block 4, short fiction unit, techniques and modes, topic, realism, irony, frame, dialogue, L1, 35% low relevance. സോ ഇവിടെ നമുക്ക് ഓരോ ടോപ്പിക്കിനും താഴെ ഫൂട്ട് നോട്ട്സ് കാണാൻ സാധിക്കും. H2, H1, H3, H4, M4 എന്നിങ്ങനെയുള്ള ഫൂട്ട് നോട്ട്സ്. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, മീനിങ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. H1 എന്ന് പറയുമ്പോൾ ലോങ് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് കൂടുതലായിട്ടും ചോദിക്കാറ്. ഹൈ റെലവൻസ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതായത് ലോങ് ആൻസർ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ 15 to 20 മാർക്സിലാണ് ഇത് കൂടുതലും ചോദ്യപേപ്പറുകൾ കാണാറ്. ദെൻ H2 എന്ന് പറയുന്നത് 5 out of 6 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഇറ്റ് ഫീച്ചേഴ്സ് ജെൻഡേർഡ് വോയിസ് ഓർ മെമ്മറി ആൻഡ് ഓൾവേസ് ഒരു 15+ മാർക്സിലാണ് അത് കാണാറ് ക്വസ്റ്റ്യൻ പേപ്പറിൽ. നെക്സ്റ്റ് H3, കമലാദാസ് അപ്പിയേഴ്സ് ഫ്രീക്വൻ്റ്ലി, കൂടുതലായിട്ടും അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഫ്രീക്വൻ്റ്ലി കമലാദാസിന്റെ ക്വസ്റ്റ്യൻ കമന്ററി ആയിട്ടും അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ ആയിട്ടും ചോദിക്കാറുണ്ട്. ദെൻ H4, Ezekiel's irony or urban idiom, ഇറ്റ് റിപ്പീറ്റ്സ്. ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് ഓൾട്ടർനേറ്റീവ് സെഷൻസിലായിട്ട്. സിൻസ് 2022 തൊട്ട് ഓൾട്ടർനേറ്റീവ് സെഷൻസിൽ ജൂണിലോ അല്ലെങ്കിൽ ഡിസംബറിലായിട്ട് ചോദിക്കാറുണ്ട്. ദെൻ M1 മീൻസ് ക്യാരക്ടർ സെൻട്രിക് പ്രോംപ്റ്റ് റക്കർ ബട്ട് അറ്റ് മിഡ് ലെവൽ ഫ്രീക്വൻസി. ഈ ഒരു ക്വസ്റ്റ്യൻ M1 വന്നതായത് നമ്മൾ മീഡിയം എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്, പക്ഷെ അധികം ആവർത്തിക്കാറില്ല. മിഡ് ലെവൽ ഫ്രീക്വൻസിയിലാണ് ചോദിക്കാറ്. അതുപോലെ തന്നെ M2, ഫ്രെയിം നറേറ്റീവ് ടെക്നിക്ക്, ഇതിന് യൂഷ്വലി 8 to 10 മാർക്സ് സെക്ഷനിലായിട്ട് ഷോർട്ട് എസ്സേയിലാണ് ചോദിക്കാറ്. അതുപോലെ M3, കോൺടെക്സ്റ്റൽ ഓവർവ്യൂ ആണ്. ഇതുപോലെ തന്നെ ഒരു മോഡറേറ്റ് വെയിറ്റേജിൽ ഇടയ്ക്കിടയ്ക്കുള്ള സെഷൻസിൽ ചോദിക്കാറുണ്ട്. അതുപോലെ M4, റിലേഷൻഷിപ്പ് മാപ്പിംഗ് വിത്തിൻ ബൈൻഡിങ് വൈൻ, അത് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ M5, ഡയറി ഓർ ലിറിക് ഇൻസേർഷൻ ടെസ്റ്റഡ് അക്രോസ് മൾട്ടിപ്പിൾ സെഷൻസിലായിട്ട് ജൂണിലും ഡിസംബറിലും മൾട്ടിപ്പിൾ സെഷൻസിലായിട്ട് ഈ ഒരു ക്വസ്റ്റ്യനും ഈ ഒരു ടോപ്പിക്കും ചോദിക്കാറുണ്ട്. അതുപോലെ M6ഉം ഇതുപോലെ തന്നെ ജൂണിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ M7, രാമാനുജൻസ് കൾച്ചർ മെമ്മറി, അതും റിപ്പീറ്റ് ചെയ്തിട്ട് ഷോർട്ട് കമന്ററി ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. M8, സരോജിനി നായിഡുവിന് ലിറിക് ഓർ ഇമേജറി, ഓൾസോ ഇതുപോലെ ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ കൊമന്ററി ആയിട്ട് ചോദിക്കാറുണ്ട്. M9, ഷോർട്ട് ഫിക്ഷൻ തീംസ്, ഇതെല്ലാം ഇതുപോലെ തന്നെ കോമൺലി ഷോർട്ട് ആൻസേഴ്സ് ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ M10 ആണെങ്കിൽ ക്യാരക്ടർ സ്കെച്ച്, അതും ഇതുപോലെ 8 to 10 മാർക്സിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ്. M11, സിംബോളിസം ഓർ നറേറ്റീവ് ഇക്കണോമി, ഇതും ഇതുപോലെ തന്നെ റെഗുലർ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൈ പ്രയോറിറ്റി ഉള്ള ക്വസ്റ്റ്യൻസിന് നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഒരു 3 to 4 മോഡൽ ഔട്ട്ലൈൻസ് ഓരോ ടോപ്പിക്കിനും നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ കോഡ്സ് മെമ്മറൈസ് ചെയ്യുക, പിന്നെ പ്രാക്ടീസ് ചെയ്യുക. അതായത് നമ്മൾ ആൻസർ എഴുതി തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ക്രിയേറ്റ് കോൺട്രാസ്റ്റ് പെയർസ്. അതായത് കമലാദാസ് വേഴ്സസ് എസേക്കിയൽ എന്നുള്ള രീതിയിലോ
അല്ലെങ്കിൽ രണ്ട് റൈറ്റേഴ്സിനെ തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഡിഫറൻസുകൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു ആൻസർ റൈറ്റിംഗ് ടെക്നിക്ക് നമ്മൾ പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആൻസേഴ്സ് നമുക്ക് എഴുതാനായിട്ട് പെട്ടെന്ന് നമുക്ക് ആൻസേഴ്സ് എഴുതാനായിട്ട് അല്ലെങ്കിൽ ഓർത്ത് വെക്കാനും അത് എഴുതാനും നമുക്ക് പെട്ടെന്ന് പറ്റും. സോ ക്രിയേറ്റ് കോൺട്രാസ്റ്റ് പെയർസ്. കോൺട്രാസ്റ്റ് ആയിട്ട് നിസൈമിസിക്കിൾ എഴുതുന്ന പോലെയല്ല കമലാദാസ് എഴുതുക. അതുകൊണ്ട് അവർ രണ്ടുപേരെയും നമ്മൾ അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ആൻസേഴ്സ് പെട്ടെന്ന് പഠിക്കാനും എഴുതാനും നമുക്ക് സാധിക്കും. നെക്സ്റ്റ്, മീഡിയം ലെവലിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കുന്നത് എങ്ങനെയാണ്? ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്ത് നമുക്ക് പഠിക്കാം. തീംസ് അല്ലെങ്കിൽ ഡിവൈസസ് ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ദെൻ ടീച്ച് ബാക്ക് ടെക്നിക്. ടീച്ച് ബാക്ക് ടെക്നിക്ക് നമ്മൾ നമ്മളുടെ ഒരു ഫ്രണ്ടിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ നമുക്ക് പഠിക്കാൻ പറ്റും. ആൻഡ് അതേപോലെ തന്നെ നമ്മൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യാം. റെഗുലർ ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. ഒരു സിറ്റിങ്ങിൽ തന്നെ നമ്മളൊരു ടെക്സ്ച്വൽ കമൻട്രിയും ഒരു ഷോർട്ട് എസ്സേയും പ്രാക്ടീസ് ചെയ്യാം. ആൻഡ് ദെൻ നമ്മൾ ഒരു 2-3 ലൈൻസ് അല്ലെങ്കിൽ ടോപ്പിക്സ് നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ പഠിക്കുക. ഓരോ കോഴ്സും ഒക്കെ നമ്മൾ പഠിക്കുക. ദെൻ ലെസ് ദാൻ 40% ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് നമ്മൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഇവിടെ കൊടുക്കണ്ട. അലോക്കേറ്റ് ലെസ് ദാൻ 10% ഓഫ് റിവിഷൻ ടൈം ഹിയർ. കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട, ലെസ് ദാൻ 10% ടൈം നമ്മൾ ഇവിടെ കൊടുത്താൽ മതി. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സപ്പോർട്ടിംഗ് പോയിന്റ്സും ഒക്കെ ആൻസേഴ്സും ഒക്കെ നമ്മൾ എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ അധികം ടൈം ഇതിന് വേണ്ടിയിട്ട് റിവിഷന് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നൗ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറാണ്, അതായത് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് BEGC 103. ടൈം നമുക്കറിയാം 3 hours. മാക്സിമം മാർക്സ് ഇസ് 100. ആൻഡ് ഇവിടെ 3 സെക്ഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എല്ലാ സെക്ഷൻസും കമ്പൽസറി ആണ്, ബട്ട് ദർ വിൽ ബി ചോയ്സസ് വിതിൻ ദ സെക്ഷൻസ്. First section, explain any 4 of the following passage with reference to the context. Giving brief critical comments in about 150 words. 150 wordsലാണ് നമ്മളിത് എഴുതേണ്ടത്. 4 എണ്ണമാണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. 4 questions ആണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. Each carry 5 marks and 4 into 5 20 marks ആണ് നമുക്ക് ഈ സെക്ഷനിൽ നിന്ന് കിട്ടുന്നത്. ഇവിടെ ഓരോ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കുമ്പോൾ കാണാൻ വേണ്ടി സാധിക്കും. ടെക്സ്റ്റിൽ നിന്നുള്ള പോയിന്റ്സ് ആണ് നമ്മൾ എഴുതേണ്ടത്. For example, Sarojini Naidu, The Bangle Sellers. The stanza that celebrate life's joy and sorrow in spring-like exuberance. ആ ലൈനാണ് നമ്മൾ എഴുതേണ്ടത്. സോ മോളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഈച്ച് ഐറ്റം നെയിംസ് എ പോം ആൻഡ് പിൻ പോയിന്റ്സ് എ സ്റ്റേൻസ. എല്ലാ ക്വസ്റ്റ്യനും ഓരോ ക്വസ്റ്റ്യനും പോത്തിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ആ സ്റ്റാൻസേനെ പിൻ പോയിന്റ് ചെയ്തിട്ട് പറയുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? ആ സ്റ്റാൻസ കോട്ട് ചെയ്യണം ആൻഡ് എക്സ്പ്ലിക്കേറ്റ് ദ എക്സാക്ട് ലൈൻസ് ഫ്രം യുവർ ടെക്സ്റ്റ്. ടെക്സ്റ്റ് എന്ന ആ ഒരു ലൈൻസ് തന്നിട്ട് അതിനെക്കുറിച്ച് നമ്മൾ എഴുതാം. അങ്ങനെ 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. ഈച്ച് ക്യാരി 5 marks ആൻഡ് ഇൻ ടോട്ടൽ 20 marks ആണ് നമുക്ക് സെക്ഷൻ എയിൽ നിന്ന് കിട്ടുന്നത്. സെക്ഷൻ ബിയിലേക്ക് വരുമ്പം റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ എനി 2 ഓഫ് ദ ഫോളോയിങ്. ഈ തന്നിരിക്കുന്ന 4 ക്വസ്റ്റ്യൻസിൽ നിന്നും എനി 2 നമ്മൾ അറ്റംപ്റ്റ് ചെയ്യണം. ആൻഡ് ഈച്ച് ക്യാരി 10 marks. സോ 2 into 10 20. അപ്പോൾ സെക്ഷൻ എയിൽ നമുക്ക് 20 കിട്ടും. സെക്ഷൻ ബിയിൽ നിന്നും നമുക്ക് 20 marks കിട്ടും. 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 2 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. കമ്മിങ് ടു സെക്ഷൻ സി. സെക്ഷൻ സിയിൽ നമ്മൾ എനി 3, ഈ തന്നിരിക്കുന്നതിലും ഏതെങ്കിലും 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഈച്ച് ക്യാരി 20 marks. ഓരോന്നിനും 20 marks ആണ്. ലോങ് എസ്സേ ആണ്. സോ 3 into 20 60 marks. സെക്ഷൻ എ 20 ആണ്, സെക്ഷൻ ബി 20 ആണ്, ആൻഡ് സെക്ഷൻ സി 60 marks. അറ്റംപ്റ്റ് എനി 3 ഫ്രം സെക്ഷൻ സി. ലോങ് എസ്സേ ആണ്. ഇതാണ് നമ്മളുടെ ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇതിൻ്റെ ആൻസേഴ്സും മാർക്കിംഗ് സ്കീമും നമ്മുടെ ലേൺവൈസ് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രസൻറ്റേഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. സോ ഓൾ ദ വെരി ബെസ്റ്റ്. സ്റ്റേ ഫോക്കസ്ഡ് ആൻഡ് എക്സലൻറ്റ് സ്കോറോട് കൂടിയിട്ട് എല്ലാവർക്കും പാസ്സാവാൻ സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രിയോ PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം.
ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക.